ಈ ಸಮಯത്ത് ഞങ്ങളെ ചന്താക്കിടവനാണ് ഞങ്ങളെ സമാക്കിടവനാണ് ചിൽ അക്കീറാലിയ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചൊല്ല പലക്കത്തിൽ ആരും ബേജാറാവില്ലല്ലേ, എൻ്റെ ശൈലിയാണ്. ഇതുകൊണ്ട് ഞാൻ ഒരാളെയും ഉദ്ദേശിക്കുന്ന നന്മ മാത്രമാണ്. നസീഹത്ത് മാത്രമാണ്, നന്മ മാത്രമാണ്. ഇതിലൂടെ ഒരു ഉറുപ്പ പൈസ ഞാൻ എടുക്കില്ല, നിനക്ക് അകത്യോ ഇല്ല, ഞാൻ വേണ്ട നിനക്ക്. ഞാൻ ചൊന്നുകൊണ്ടുള്ള നസീഹത്താണ്, നന്മ മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പം ഞാൻ ചെന്നത് നല്ല നിസ്കരിക്കണമെങ്കിൽ ആണാവണോ, നിസ്കരിക്കണമെങ്കിൽ പെണ്ണാവണോ. അപ്പൊ മഞ്ഞിൽ ഒന്നും നിസ്കാരം ഇല്ല, മഞ്ഞിൽ പിന്നെ നിസ്കാരം ഇല്ല, മഞ്ഞിൽ തണ്ട് നിസ്കാരം ഇല്ല. പടച്ചോന്നൊക്കെ ഏറ്റവും കൊസിതണ്ട നാൾ മഞ്ഞിലത്തെ നാൾ. അന്ന് ഞാൻ പടച്ചോന്റെ മറക്കണേന്ന് ചൊന്ന് എത്ര വലിയ മുസീബത്ത് നീ നോക്കൂ. ഒരാ തജിദു അക്സറഹും ശാക്കിരീൻ. ഖുർആൻ ചൊല്ലും അങ്ങനെ കുറെ ആൾമാർ നന്ദിയില്ലാത്ത നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന പരിപാടി നന്ദിയില്ലാത്ത സൈസാണ്. അവന് നിസ്കാരം ഉണ്ടാ, പെണ്ണുകൊണ്ട് നിസ്കാരം, ആണുക്ക് നിസ്കാരം ഉണ്ടാ, ഔത്തരക്ക് നിസ്കാരം ഉണ്ടാ, ഈ മഞ്ഞത്തെ ഗൗജിൽ നിസ്കാരം ഉണ്ടാ. സന്തോഷത്തെ ടൈമിൽ നിന്റെ റബ്ബിനെ ഞാൻ മറന്നല്ലേ. ഈ സന്തോഷത്തെ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാണ്ടാക്കൂ നിന്റെ റബ്ബുക്ക് സാധ്യമാണ്. ഞാൻ ഈജിപ്റ്റ് പോയപ്പോ ഫിറൗന്റെ മുട്ട ഫിറൗന്റെ മുട്ട പോയപ്പോ ഞാൻ ആരെ നോക്കിയ ഫിറൗണ്ടെയാണ്. ഫിറൗനും ചെറുതാ അള്ളാഹു അല മുക്കുണ്ടായെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറെ നോക്കി നിന്ന് അങ്കാത്ത മലക്കിദ്ദാണ് ഫിറൗൺ മലങ്കന ഇങ്ങനെ കിടന്നതാ. ഞങ്ങളെ മിസ്ർ ഡയറി ഇൻഷാല്ല നാലക്കടി 6 താരീഖ് ഞങ്ങളോട് പ്രോഗ്രാം ഉണ്ട്. വൃദ്ധ വാർഷികം നിങ്ങളെ ദർസ് വാർഷികം എല്ലാവരും അതൊക്കെ പറഞ്ഞു. അണ്ട് ഞങ്ങളെ ഈജിപ്റ്റ് ഡയറി ബുക്ക് വിടുകടാവും ഇൻഷാല്ല അള്ളാഹു എത്തുവാണ്ടപ്പം ഞാൻ ചെന്നത്. ആ ഫിറൗണ്ട് ഞാൻ ഇങ്ങനെ കുറെ നോക്കിയ ഓണ ഇത്രയും അഹങ്കാരം. ഖുർആൻ ഫസ്റ്റ് വിളിച്ച് ലാസ്റ്റ് തോല ഒന്റെ ಬಗ್ಗೆ മുന്നിട്ടല്ലേ എത്ര വക്കാണ് ചെന്ന. ഇന്ന ഫിറഔന അലാ ഫിൽ അർദ്, ഭൂമിയിൽ വലിയ അഹങ്കാരിയായ പമ്പായ എന്തെല്ലായ. പക്ഷേ എന്തെങ്കൊണ്ട് ഒരു ബെല്ലണക്കു സാധ്യമാ. കാരണം ನನ್ನ ರಬ್ಬುള്ള എല്ലാത്തെയും മേൽ നിയന്ത്രിക്കണമെങ്കിൽ റബ്ബുള്ള ഒരു തലകുത്ത് വന്നെങ്ക വൈ, ഒരു പല്ലു മുമ്പല വന്നെങ്ക വൈ ഞങ്ങൾ നശിപ്പിക്കപ്പെടുത്തോൾക്ക് സാധ്യമാണ്. ഇന്ത്യൻ പ്രസിഡന്റ് വരെ എത്ര വലിയ അധികാരിയാവട്ടെ, അവನು വായുസേന ഉണ്ട്, അവನು ജലസേന ഉണ്ട്, അവನು ഭൂസേന ഉണ്ട്, എല്ലാ പ്രൊട്ടക്ഷൻ കാൽമാറുള്ളാറ്. പക്ഷേ ഒരു തലകുത്ത് വന്നെങ്കിൽ ആ പ്രസിഡന്റതെല്ലാം തീർത്ത്, ആ PM ഒരു പല്ല് കുത്ത് വന്നിട്ടുണ്ടായി അവൻ്റെതെല്ലാം തീർത്ത് അഹങ്കാരിങ്ങൾക്ക് പാഠമായിട്ട് ഫിറൗണ്ട് അല്ലാഹു വെച്ച. ഫിറൗണ്ട് മാത്രം നോക്കണോണ്ടില്ല, മഞ്ഞത്തെ നല്ല അഹങ്കാര കാട്ട നാൻ നന്റെ ഫിറൗനിയത്തുണ്ട്. ഫിറൗൻ പണ്ട് ചത്രാണ്ടായെങ്കിലും ഫിറൗന്റെ ഗുണങ്ങൾ അന്ത്യനാൾ വരെ ഇക്കട്. അതുകൊണ്ട് അഹങ്കരിച്ചാണ്ടായെങ്ക മനുഷ്യൻ പോണ്ട, ഇല്ലാണ്ടായി പോണ്ട, നാശായി പോണ്ട. അതുകൊണ്ട് ദിക്ർ നിസ്കാരങ്ങൾ മറന്നു പോണുതീറ. എന്നിട്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, മഞ്ഞിൽ തണ്ട് ജാവു പെണ്ണുരൊട്ടിയ വീട്ടു കൂടുമ്പോ ദിക്റുകൾ ഉണ്ടല്ലേ, ആ ദിക്ർ വേണമെങ്കിൽ എന്തിനു പോണ്ടാറ്. ആറ് മഞ്ഞി നിസ്കാര കഥാക്കളെ ദിക്രെന്തി കൊണ്ടോ. ഞാൻ പലപ്പോഴും ചെന്ന പോലെ ഒന്ന് നിസ്കരിച്ചിട്ടില്ല, ഒന്ന് ദിക്രെന്തിയുമില്ലേ. തലകെട്ട് മാത്രം കെട്ടോ, കീഴെല്ലാം ഓപ്പൺ ഞാനൊന്നു തലകെട്ട് ഒരു കണ്ട നിന്നിട്ട് കെട്ടി ആണോട്ട് പെണ്ണോട്ട് തല സമാക്കണോ. കണ്ണിട്ട് മുന്നിൽ നിന്നിട്ട് കീഴെല്ലാം ഓപ്പൺ. യാറൊപ്പി നിസ്കാരം ഉണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്. അതുണ്ട് ഇതുണ്ട്, കുറെ ഭയങ്കര പ്രോഗ്രാം എല്ലാം ഉണ്ട്. പക്ഷെ ഉണ്ട് ലൈഫേ സമയമില്ലേ, പെഞ്ഞൊരൊട്ടി സമയമില്ല, അപ്പഴൊട്ടിയ സമയമില്ല, സ്വഭാവ സമയമില്ല, അർസ ബന്ധുണ്ടിക്കടെ, ബട്ടി എടുത്തോണ്ടിക്കടെ, കട്ടോണ്ടിക്കടെ, ഇങ്ങനത്തെ ഭർത്ത്. അതേ സമയത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ സഫർ. ഇതുകൊണ്ട് എന്താ ലാഭം? ഇതെങ്ങനെയാണ് ചൊന്നെങ്കിൽ തലകെട്ടല്ല ചന്ത കെട്ടിട്ട് കീഴെല്ലാം ഓപ്പൺ. ഇതാണ് ഇന്ന് ഞങ്ങൾ ആക്കടാണ്ടായ മുസീബത്തല്ലേ. ഇത് സുന്നത്തായ കുറെ കാര്യങ്ങൾ എടുത്തിട്ട് പറന്നു വിട്ടിട്ട് കാര്യമുണ്ടാ. മഞ്ഞിൽ തണ്ട് നിസ്കാരം നിർബന്ധമല്ലേ, അത് ഞാൻ വിട്ടുള്ളേ. എന്നിട്ട് ഗൗജിൽ ദിക്റെഴുതി പോയിട്ട് എങ്ങനെ പഠിച്ചിട്ട് അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തന. കിടാവ് ശൈത്താൻ കൂടെ തീരല്ലേ, അക്കേതാൽ കൂടി ഇരിപ്പുണ്ട്. ഞാൻ നിസ്കരിച്ചിട്ടേ ഇല്ല, ഓളും കൂടി നിസ്കരിച്ചിട്ടില്ല. ഞങ്ങൾ ആ വിഷയത്തിൽ ഐക്യമേ. സുബൈക്ക് രണ്ടാളും ഐക്യമേ, സൗഹാർദ്ദ. അവനും എനിക്കില്ലേ, ഓളും എനിക്കില്ലേ. എന്ത് തല വെച്ചില്ലേ, 10 ഗಂಟೆ കുളിച്ചമയ്യോ, എന്ത് തൊന്തരമേ ഇല്ല. യാ റബ്ബി, പ്രായത്താൾമാരൻ കണ്ണൊക്കെ മണ്ണിട. പക്ഷേ പഠിച്ചോണിക്ക് ഇതെല്ലാം കൊന്തവല്ലേ. ഞാൻ എന്താക്കിയില്ലേ, നക്ക് കുല്ലി നിർബന്ധമാണോ, ഞാൻ നിസ്കരിച്ചില്ല, പഠിച്ചോണ്ട് കൊന്തില്ലേ. അപ്പൊ ഓളും ഐക്യം, നാണോ ഐക്യം. അൽഹംദുലില്ലാഹ്, ഈ വിഷയത്തിൽ നിങ്ങൾ രണ്ടാളും സേമേ. എന്നിട്ട് ദിക്ർ ശൈത്താന്റെ ഓടുവാട്ടണോ. അപ്പൊ ഞങ്ങൾ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ ചെന്ന് ശൈത്താൻ ദൂരെ നിന്ന് നോക്കണോളൂ. നിങ്ങളുടെ അവസ്ഥയില്ല. ഓ ഇതിപ്പ ഭാര്യ ദിക്ർ ചെന്നോണ്ടുള്ള ഞങ്ങൾ ഓടുവാട്ടത് അവൻ ചെല്ലവുള്ള ഇതപ്പ നന്റെ ഉടനെ ഓടുവാട്ടെ. ഞാൻ നിങ്ങളുടെ ടീ കൂടരെ എത്ര ദിക്ർ ചെന്നിട്ട് കാര്യം നണ്ടാട്ടി വലിയ ശൈത്താന്മാർ നിങ്ങളല്ലേ. എന്തേ നിങ്ങൾ നിസ്കരിച്ചിട്ടാറാ? നിങ്ങൾക്ക് ഊഹറുണ്ടാ, നിങ്ങൾക്ക് സുബയുണ്ടാ, ഇനി നാളെ നിങ്ങൾക്ക് സുബയുണ്ടാ. നണ്ടാട്ടി വലിയ ശൈത്താന്മാർ നീങ്ങ. അതുകൊണ്ട് ദിക്ർ ചെന്നിട്ടെന്നും പേടിപ്പാട്ടണ്ട, ശൈത്താൻ ചൊല്ല കറക്റ്റ്. അത് ഞാൻ ചൊന്നത് ദീനീയത്തായ ആണാവണു, ദീനുള്ള പെണ്ണാവണു. എത്ര നല്ല ബിസിയാ. അള്ളാഹു ഞങ്ങളെ മക്കളെ ആ രൂപത്തിലാക്കി തരുമാറാവട്ടെ. അതുപോലെ പ്രേമവിവാഹം
വളരെ നാശാണത്. പ്രേമിച്ചിട്ടാണ് എൻ്റെ അധികാൽമാറും വിവാഹമാണ്. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്, ഞങ്ങളെ മക്കളെ കാക്കട്ട്. ഞങ്ങളെ മക്കളെ വിഷയം ചൊല്ലുകൊണ്ടില്ല. കാലം അങ്ങനെയാണ്, ദുനിയാവ് അങ്ങനെയാണ്. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്. ഏതോ റോഡ് സൈഡിൽ പോകണമെങ്കിൽ പെട്ടൊട്ടിಗೆ ചേകൾ ഓടിയ പോയ പോലെ ചേകൾ ഏത് പെട്ടോളൂ അതുപോലെ കണ്ട ഉള്ള വേക്കൽ അവൾ ചിരിച്ചാലും ചൊല്ലപാടെ അവളുടെ വേക്കൽ പോയിട്ട് പിന്നെ അപ്പ വേണ്ട പിന്നെ ഉമ്മ വേണ്ട. പ്രേമ വിവാഹം എഴുതി വെക്കണ വിഷയം 99% നാശാണ്. അത് സർവനാശാണ്. മാത്രമല്ല അതിൽ ഒരു നെമ്മതിയുമില്ല. മങ്ങിലാവിടത്തോളം കൊസി, മങ്ങിലായാൽ പിന്നെ കളട്ടെ അങ്ങനമ്മ. മങ്ങിലായാൽ പിന്നല്ലേ കൊസി, മങ്ങിലാവിടത്തോളം കറക്റ്റാക്കിയ സ്വന്തമില്ല. മങ്ങിലായാൽ പിന്നല്ലേ കൊസിലിക്കണേ. പ്രേമ വിവാഹം മങ്ങിലാവിടത്തോളം കൊസി എന്തോ ചക്കര ദുനിയാവുൾ ഇങ്ങനത്തെ ഇല്ലാണ്ട് പേരിക്കണു. യാ റബ്ബി, മങ്ങിലായിട്ട് ഒരു 10 നാളായിട്ടേക്കു ഡൈവോഴ്സ് വന്നെങ്കത്ത പല കേസിൽ അവൻ ഇങ്ങനെ ബാലക്കാരം ഉണ്ടുമ്പോ പിന്നെ ഉണ്ടോട്ടിന്ന് എനിക്ക് കേൾക്കലേ. നീ ഇങ്ങനെ മങ്ങിലായിട്ട് ചെല്ലുമ്പോ 7 വർഷം ലവാക്കിയൊരു മങ്ങിലായിട്ട് വസ്താത് ഒക്ക അതേ ഭിത്തി തന്നെ കൊയ്യൂതും ചെന്തല്ലേ അത് സംഭവിക്കരുത്. അള്ളാഹു ഞങ്ങളെ മക്കളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, പെണ്ണ് കാണുന്ന വിഷയം ഞാൻ ഒടുതിപ്പാട്ട്. പിന്നെ തീർത്ത് പെണ്ണ് കാണുന്നത് സുന്നത്തുണ്ട ഞാൻ ചൊന്നേ. ഇനി പെണ്ണ് കണ്ടില്ലെങ്കിൽ മയ്യത്തിനൊന്നും തൊന്തരയില്ലവ. അബ്ബച്ചന്തുള്ള വന്നിട്ട് മുന്നോട്ടെല്ലാം അങ്ങനെ ആയിട്ടിന്നല്ലേ. അബ്ബച്ചന്തു അവിടെ ഒരു പെണ്ണുണ്ടുള്ള എൻ്റെ മോൾക്ക് മങ്ങിലാക്ക, എൻ്റെ മോണക്ക് മങ്ങിലാക്കടേ ഒക്ക. അപ്പൊ ചൊന്നേ തൊന്തര എന്തില്ല. അപ്പൊ കൈ നീട്ടിയ മങ്ങിലായിട്ടായിട്ട് ഓൺ പെണ്ണിടെ നോക്കിയിട്ടേ ഇല്ല. ആരെങ്കിലും വന്ന് ചെല്ലുവാറാ കള നീ കാവടാട്ടി മുന്നോട്ട് പെണ്ണിടെ നോക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് നിന്നെ ഭയങ്കര സമാധാനം ആരും ചെല്ലാറാ. കാരണം പെണ്ണ് നോക്കോ സുന്നത്താണ്, കട്ടായമായത് 5 ഉള്ളു, അത് ചൊന്നിട്ടായില്ല. അപ്പൊ അങ്ങനെ പിന്നെ പലിച്ചിട്ടെനിക്കത്തെ അനാചാരങ്ങൾ നോക്കൂ. എൻഗേജ്മെന്റിന്റെ പേരിൽ നഊദുബില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാതരി വിവാഹ അഭിയാനാക്കണായി ബന്ധം ചൊന്ന് ഏതോ കുറച്ചാൾമാർ മാത്രമല്ല ആക്കടേ, ഇത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാക്കട. അതുകൊണ്ട് അഭിയാനം വെക്കണായി വേണ്ടേ. ഇത് ഏതോർത്ത മൂലം വെച്ചവണാക്കടല്ല, ഇത് ഹാജാറുമാറും ആക്കടാറ്, പഠിച്ചെങ്കത്തെ ഉസ്താദുമാറും ചിലപ്പാക്കുവാറ്, ഗൊന്തുള്ളങ്ങൾ ഐക്യത്തിലാക്കടാറ്. അതുകൊണ്ടാണ് ഈ അഭിയാനാക്കണായി വന്നേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻഗേജ്മെന്റിന്റെ പേരിൽ തുടങ്ങി തൗട്രമേ ഒരു ഹലാല് കൊണ്ട് തുടങ്ങണായെങ്കത്തെ നിലനിക്കണായെങ്കത്തൊരു തലമാറും ഹറാമു കൊണ്ടേ കുട്ടിയടിച്ചിത്തവിടെ. എൻഗേജ്മെന്റ് ആക്കോ ഹറാമുണ്ടല്ല ഞാൻ ചൊന്നേ. എൻഗേജ്മെന്റ് മങ്ങില ഫിക്സ് ആക്കടേ അല്ലേ. ഓക്കെ, പെണ്ണിടെ കുറച്ചാൾമാർ ആണിടെ പാർട്ടിയുടെ കുറച്ചാൾമാർ തെച്ചിട്ട് ഫിക്സ് ആക്കട്ടു. അതെല്ലാം വേണേത്, അതെല്ലാം എക്സ്ട്രാ വിഷയ, അതെല്ലാം നടക്കട്. അതുകൂടെ ക്ലാസ് എടുത്തില്ലെങ്കിൽ നടക്കണ എങ്കത്തെ വിഷയ. പക്ഷേ പെണ്ണ് നോക്കണതിന്റെ പേരിൽ എൻഗേജ്മെന്റിന്റെ പേരിൽ ഓണും അവളും ഒട്ടിയെ നിന്നാൽ നോക്കുന്നത് മാത്രമാണ് സുന്നത്ത്. നോക്കിയിട്ട് ഒരു ആയിരുന്നു പിന്നെ അപ്പപ്പ പോയിട്ട് നോക്കുകയില്ലേ. ഞാനിവിടെ ദീൻ വേണ്ടി കൊണ്ടുള്ളതെല്ലാം ഹറാമാണ്. ഹറാമുടെ സരണി വെച്ചിട്ടാണ് ഞാൻ മങ്ങിലത്ത് പോണ്ടേ. നീ വിചാരിച്ചാറാ ഞാൻ വിചാരിച്ച് മങ്ങിലത്ത് മുന്നോത്തൻ്റെ ഒരു മൗലിദ് ഓതിയ പാടെ ഇതെല്ലാം കൽകിടുണ്ട് വിചാരിച്ചാറാ. ഒരിക്കലും കൽകില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മങ്ങിലത്ത് മുന്നോത്തൻ്റെ ഒരു മൗലിദ് സുബൈക്കെഞ്ച പാടെ ഒരു ബുർദ ഓഹോ ഞാൻ ആക്കിയെങ്കത്തെ ഹറാം അൽ ഇസ്ലാമു യഹ്ദിമുമാക്കാന കബലഹും ചെന്ന പോലെ ഇതൊക്കെ മുന്നോട്ട് ആക്കിയതെല്ലാം ഈ മൗലിദിലൂടെ പൊളിഞ്ഞു പോയിത്തേനിയുള്ള ഭാര്യ ഞാൻ നല്ലയാൾ വിചാരിക്കണ്ട. ഞങ്ങൾ വീട്ടികളെ സ്വർഗത്തിലേക്കട. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചെന്നത് എൻഗേജ്മെന്റ് 2 അതാ ആണും പെണ്ണും ഒട്ടിക. അതൊരു വിഷയമേ അല്ല. ഞങ്ങൾക്ക് അപ്പക്ക് വിഷയമല്ല, ഉമ്മക്ക് വിഷയമല്ല, കൂടെ ഉള്ള ആൾമാർക്ക് വിഷയമല്ല. ഒരു കൊസി ഫോട്ടോ എടുക്കടേ, വീഡിയോ ആക്കടേ, ഒട്ടിക നീ പാട്ടേ. പിന്നെ വീഡിയോ തവണ ഉള്ള ഞങ്ങൾ ബുക്കാക്കിരണ്ടെങ്കിൽ അവന് എല്ലാം ഹലാലാണ്. ഒരു ഹറാമും അവനും ഇല്ലല്ലേ. അവന് എവിടെയും വേണമെങ്കിൽ പോവാം. ഞാൻ ഇപ്പൊ പറയാൻ നോക്കിയേ, അവൻ പണ്ട് ഔത്തറുക്കമേ പത്രേ പെണ്ണിങ്ങളെടുക്കട ആരെ പെണ്ണെ എടുക്ക എന്തേ ഹല്ലല്ലാലക്ക നിൽക്കുന്ന എല്ലാ ഹലാലാക്കി തന്നറാ. ഭയങ്കര എല്ലാ ഹലാല, ഒരു ഹറാമോ ഒന്നുമില്ല. അപ്പൊ ഇവിടെ അങ്ങനെ ഇത്ത് ഒട്ടിಗೆ നോക്കിത്ത് എന്നിട്ട് ഈ ആ ചോക്ലേറ്റ് ഘോഷയാത്ര ഉണ്ടു. ഘോഷയാത്രയാണ് പുറത്തോട്ട് പോകേണ്ട. ഇതെല്ലാം ഏത് അമുസ്ലിമീങ്ങൾ വരെ ആക്കാത്തങ്കത്തെ അനാചാരാണ് ഇന്ത്യ ഏറ്റവും നല്ല കുന്തും ഹൈറ ഉമ്മാൻ ചൊന്ന മുസ്ലിം ഉമ്മത്താക്കിക്കൊണ്ടുള്ളേ. എന്നിട്ട് ഞങ്ങൾ ദുആത്ത് ഉത്തരകിട്ടില്ല ഞങ്ങളെ ഞങ്ങൾക്ക് സമസ്യ ഉള്ള ഇലായൗമിൽ ഖിയാമ സമസ്യ തീരല. എന്തേ ഞങ്ങൾ നന്നാവാത്ത കാലത്തോളം, ഞങ്ങൾ ബദലാവാത്ത കാലത്തോളം ഈ ദുആത്തിന് എന്താണ് അർത്ഥമുള്ളേ? ഞങ്ങൾ എൻ്റെ റബ്ബുടല്ലേ കളിയാക്കിക്കൊണ്ടുള്ളേ, എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഞാൻ തമാശാക്കിക്കൊണ്ടുള്ളേ. പിന്നെ എവിടെയാണ് എൻ്റെ ദുആത്ത് ഉത്തരം കിട്ടേ? സഹോദരന്മാരെ, ഘോഷയാത്ര ഇത് ചോക്ലേറ്റ് ഘോഷയാത്ര അവിടെ പിന്നെ എന്തെല്ലാമാണ് നടക്കുന്നത്. നഊദുബില്ലാ. ഒരാൾ നണ്ടൊട്ടി വന്ന് റൂമിಗೆ വന്നിട്ട് മൊബൈലിൽ ഫോട്ടോ ഉണ്ട്. ആരെ ഫോട്ടോ വന്നുണ്ടാ ഇയാളെ മോൾക്ക് എൻഗേജ്മെന്റ് അവിടെ ഫോട്ടോ ഓണ്ട് ഓൾ ഒപ്പാട്ടി പാട്ടി ചോക്ലേറ്റ് കൊമ്പുണ്ട്. അതെല്ലാവരും ഗൗജിൽ കൊസിയിൽ കാട്ടേ നോക്കുന്ന തീർവാച്ചത് നിങ്ങൾ കാട്ടിയതും തപ്പു ഒന്നു രണ്ടാമത് ഇങ്ങനെ ആക്കിയതും തപ്പു. ഇതെല്ലാം ഇപ്പൊ കോമൺ അല്ലേ അത്രയും ഓരോ. അപ്പൊ ഞങ്ങളൊരു ബനു ഇസ്രായേലിന്റെ കാലത്ത് ജീവിക്കണമെങ്കിൽ താൽമാരെ പോലായ, ഞങ്ങൾ ഏതോ കാലത്ത് ജീവിക്കണമെങ്കിൽ താൽമാരെ പോലായ പ്രിയപ്പെട്ട സഹോദരന്മാരെ,
സഹോദരന്മാരെ, പിന്നെ അവൻ അങ്ങനെന്തായിത്തെന്ന് ചൊന്നെങ്കിൽ ഓണെന്തു കാവാലാണ്ടായിത്തപ്പ